പൂച്ചകളെ ഇഷ്ടപ്പെടുന്നവരെ കാറ്റ് പേഴ്സൺ എന്ന് പറയാറില്ലേ? ഇതിന് പിന്നിലെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരാൾ എങ്ങനെയാണ് ഒരു കാറ്റ് പേഴ്സൺ ആകുന്നത്? ഇത് വെറുമൊരു ഇഷ്ടം മാത്രമാണോ, അതോ വേറെ കാരണങ്ങളുണ്ടോ? ഇവരെപ്പറ്റി നമുക്കെല്ലാവർക്കും ചില ധാരണകളൊക്കെ ഉണ്ട്. എന്നാൽ റിസർച്ച് എന്താണ് പറയുന്നതെന്ന് നോക്കാം. പഠനങ്ങളും ഇത് സമ്മതിക്കുന്നു. ആളുകളുടെ മനസ്സിൽ പൂച്ച-പട്ടി സ്നേഹികൾക്ക് രണ്ട് തരം സ്വഭാവങ്ങളാണ്. എന്തിനധികം, പുതിയൊരു പഠനം പറയുന്നത് പൂച്ച ഉടമകളും ഒരു പ്രത്യേക സ്വഭാവവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്നാണ്. ആ സ്വഭാവമാണ് ന്യൂറോട്ടിസിസം. അതായത് ഉത്കണ്ഠ, വിഷമം പോലുള്ള നെഗറ്റീവ് എമോഷൻസ് പെട്ടെന്ന് വരാനുള്ള ഒരു ടെൻഡൻസി. പക്ഷേ കാര്യം അത്ര സിമ്പിൾ അല്ല. ഈ ഒരു സ്വഭാവം മാത്രം വെച്ച് ഇത് മുഴുവനായി നമുക്ക് പറയാൻ പറ്റില്ല. യഥാർത്ഥ കളി കിടക്കുന്നത് ഉടമയും പൂച്ചയും തമ്മിലുള്ള ആ ഒരു ബോണ്ടിലാണ്. അതാണ് ഏറ്റവും പ്രധാനം. അതിൽ ആദ്യത്തേതാണ് അറ്റാച്ച്മെന്റ് സ്ട്രെങ്ത്, അതായത് വളർത്തുമൃഗവുമായുള്ള വൈകാരിക ബന്ധം എത്രത്തോളം ശക്തമാണ് എന്നത്. ശ്രദ്ധിക്കണം, ഇത് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ അല്ല. സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ എങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു എന്നതാണ്. ഇതാണ് രസം. പൂച്ചയോട് അടുപ്പം കൂടുന്തോറും അതിന് നമ്മളെപ്പോലെ പല വികാരങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നി തുടങ്ങും. ചുരുക്കി പറഞ്ഞാൽ ആ ബോണ്ടിന്റെ ശക്തി കൂടുമ്പോൾ പൂച്ചയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ അങ്ങ് മാറും. അപ്പോ എങ്ങനെയാണ് ഇത്രയും ഡീപ്പായ ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്? ഇതിനു പിന്നിൽ രണ്ട് സൈക്കോളജിക്കൽ കാര്യങ്ങളുണ്ട്. ആദ്യത്തേത് ആന്ത്രോപോമോർഫിസം. സിമ്പിളായി പറഞ്ഞാൽ മൃഗങ്ങൾക്ക് മനുഷ്യന്റെ സ്വഭാവം കൊടുക്കുന്ന ഒരു ഏർപ്പാട്. പൂച്ചയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതും അതിന് വിഷമമുണ്ടെന്ന് പറയുന്നതും ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. കൂട്ടുകൂടാനും സ്നേഹിക്കാനുമുള്ള നമ്മുടെ ഒരു അടിസ്ഥാനപരമായ ആഗ്രഹമാണ് ശരിക്കും ഇതിന് പിന്നിൽ. രണ്ടാമത്തേതാണ് ബേബി സ്കീമ റെസ്പോൺസ്, അതായത് കുഞ്ഞുകുട്ടി സാധനങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരുതരം വാത്സല്യം. പൂച്ചയുടെ വലിയ കണ്ണുകളും ചെറിയ മൂക്കും ആ പ്രത്യേക കരച്ചിലുമൊക്കെ ഈ ഒരു ഫീലിംഗ് നമ്മളിൽ ഉണ്ടാക്കും. അതുകൊണ്ട് പൂച്ചകളെ നമ്മുടെ സ്വന്തം കുഞ്ഞായി കാണാൻ നമ്മുടെ ബ്രെയിൻ നമ്മളെ സഹായിക്കും. അത് നാച്ചുറൽ ആണ്. അപ്പൊ ഇതൊരു സൈക്കിൾ പോലെയാണ്. നമ്മുടെ സ്വഭാവവും പൂച്ചയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാധീനിക്കും. നമ്മുടെ പേഴ്സണാലിറ്റി കാരണം പൂച്ചയുമായി ഒരു സ്ട്രോങ് ബോണ്ട് ഉണ്ടാകുന്നു. ആ ബോണ്ട് കാരണം അതിനും ഫീലിംഗ്സ് ഉണ്ടെന്ന് നമ്മൾ കരുതുന്നു. അവസാനം ഒരൊറ്റ ചോദ്യം മാത്രം ബാക്കിയുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പെറ്റ്സ് അത് നമ്മുടെ ഉള്ളിലെ ആവശ്യങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്?